അങ്ങനെ ഇത്രയും കാലം ഏറെ വർഷത്തിന് ശേഷം ഇന്ത്യ കാത്തിരുന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ താഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തിൽ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നു തുടങ്ങി അതിനുശേഷം ഇന്ത്യ തേടുന്ന ഭീകരരൊക്കെ തന്നെ ലോകത്തിൻ്റെ പല കോണുകളിൽ അജ്ഞാതരെ കൊണ്ട് ശല്യം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്നതും വിഷം കഴിച്ചു മരിക്കുന്നതും ചിലപ്പോൾ വെടിയുണ്ട താനേ തറച്ചു കയറി മരണപ്പെടുന്നതുമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ അത് പരമദയനീയമാണ്. താഹാവൂർ റാണയെ അങ്ങനെ ഇന്ത്യയിൽ എത്തിച്ച് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് ഉച്ചയോടെ റാണയുമായിട്ടുള്ള വിമാനം എയർഫോഴ്സ് ലാൻഡ് ചെയ്തു. താഹാവൂർ റാണയ്ക്ക് കമാൻഡോ സുരക്ഷയാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഉറപ്പായും ഇന്ത്യയിലെത്തിയാൽ താൻ കൊല്ലപ്പെടുമെന്നൊക്കെ കരഞ്ഞു മെഴുകിയ താഹാവൂർ റാണയ്ക്ക് എല്ലാ തരത്തിലുമുള്ള സുരക്ഷ, ഇന്ത്യക്ക് പുറത്താണെങ്കിലാണ് നിങ്ങൾ കൊല്ലപ്പെടുകയെന്നും ഇന്ത്യക്കകത്ത് സുരക്ഷിതനായിരിക്കുമെന്ന ഗ്യാരണ്ടി കൊടുത്തു തന്നെയാണ് ഇന്ത്യ എത്തിച്ചിരിക്കുന്നത്. തലസ്ഥാനത്തും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇയാളെ ചോദ്യം ചെയ്യലിനായി NIA ആസ്ഥാനത്തേക്ക് എത്തിക്കും. 12 അംഗ സംഘമാണ് ചോദ്യം ചെയ്യുന്നത്. 2 IG, ഒരു DIG, ഒരു SP എന്നിവരടങ്ങുന്ന സംഘവും ഇക്കൂട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഈ മണിക്കൂറിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ കൂടിയായിട്ടുള്ള മസൂദ് അസറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അജ്ഞാതൻ്റെ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നത്. ഭീകര സംഘടനയുടെ പ്രധാന റിക്രൂട്ടറും മതപണ്ഡിതനുമായിട്ടുള്ള മൗലാന ഖാരി ഐജാസ് ആബിദാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പെഷവാറിലെ പള്ളിക്ക് സമീപത്ത് പട്ടാപ്പകലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ലഷ്കർ ഇ തയ്യബയെ സംബന്ധിച്ചും ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചും അജ്ഞാതരെ കൊണ്ട് എങ്ങും ഒളിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള ഖാരി ഷാഹിദ് ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോഴും ചികിത്സയിലാണ്. തീവ്ര ഇസ്ലാമിക സംഘടനകളായിട്ടുള്ള അഹ്ലെ ഇ സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉന്നത അംഗവും ഇന്റർനാഷണൽ ഖത്മി ഇ നബുവത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രവിശ്യ തലവനും കൂടിയാണ് ഖാരി ഐജാസ്. മസൂദ് അസറിന്റെ വലങ്കൈ എന്ന് വേണം പറയേണ്ടത്. ഇയാളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മതപഠനശാലകൾ ഭീകര സംഘടനകളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായി മാറിയെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. നിരവധി പാകിസ്ഥാനി യുവാക്കൾ ജെയ്ഷെ മുഹമ്മദിൽ എത്തിയത് ഇയാളുടെ സ്വാധീനത്താലായിരുന്നു. തീവ്ര മതചിന്ത കുത്തിവെക്കാൻ അഹ്ലെ ഇ സുന്നത്ത്, ഖതം ഇ നബുവത്ത് പോലുള്ള ഗ്രൂപ്പുകളെയാണ് മസൂദ് അസർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. യുവാക്കളെ വശീകരിച്ച് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മനസ്സിലേക്ക് തിന്മകൾ നിറച്ചുവെച്ച് ആയുധ പരിശീലനം നൽകുന്നതാണ് ഇവരുടെ രീതി. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഇതിനു മുൻപ് തന്നെ ഇത് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തയ്യബയുടെ നേതാവ് അബു ഖത്തലും അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം. ഇതും പാകിസ്ഥാനെ സംബന്ധിച്ചും ഭീകര സംഘടനകളെ സംബന്ധിച്ചും വലിയ ആവലാതി ഉയർത്തിയതാണ്. ഭീകര സംഘടനയുടെ തന്നെ മുഖ്യ പ്രവർത്തകനായിരുന്ന അബു ഖത്തൽ ജമ്മു കാശ്മീരിൽ ഒട്ടനവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ കൂടിയാണ്. ഹാഫിസ് സയ്യിദാണ് ലഷ്കർ ഇ തയ്യബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിച്ചത്. സിയാഉർ റഹ്മാൻ എന്നാണ് അബു ഖത്തലിന്റെ യഥാർത്ഥ പേരും. ശനിയാഴ്ച വൈകിട്ട് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം ജലം പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോഴായിരുന്നു അജ്ഞാതരുടെ ഈ ആക്രമണമുണ്ടായത്. അക്രമികൾ 15 മുതൽ 20 റൗണ്ട് വരെയാണ് വെടിയുതിർത്തത്. അബു ഖത്തലും ഒരു സുരക്ഷാ ജീവനക്കാരനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. മറ്റൊരു സുരക്ഷാ ജീവനക്കാരനാകട്ടെ ഗുരുതരമായി പരിക്കും സംഭവിച്ചു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കനത്ത സംരക്ഷണത്തിലായിരുന്നു അബു ഖത്തലും. ലഷ്കർ ഇ തയ്യബ ഭീകരനെയും സാധാരണ വേഷത്തിലുള്ള പാക് സൈനികരെയും സുരക്ഷയ്ക്കായി ഇയാളോടൊപ്പം തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്നും തന്നെ വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ജലം പ്രദേശത്തെ ദിനം പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള സീനത്ത് ഹോട്ടലിന് സമീപത്ത് വെച്ചായിരുന്നു ഈ ആക്രമണം സംഭവിച്ചത്. അബു ഖത്തലിന്റെ വാഹനവ്യൂഹം കടന്നു പോകുന്ന സമയത്ത് അജ്ഞാതരായ ചില തോക്കുധാരികൾ വെടിയുതിർത്തുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ അജ്ഞാതരെയും ഇതുവരെയും കണ്ടെത്താനായി അധികൃതർക്ക് സാധിച്ചിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയും സഹായിയുമായിരുന്നു അബു ഖത്തലും. 2023 രജൌരി ആക്രമണത്തിൽ അബു ഖത്തലിന് പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. NIA അന്വേഷണ പ്രകാരം ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ ഇ തയ്യബ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അയക്കുന്നതിനും അബു ഖത്തൽ തന്നെയാണ് മിഡിൽമെനായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. 2023 ഏപ്രിൽ 20 നടന്ന ദുരിയ ഭീകരാക്രമണത്തിലും അബു ഖത്തലിന് വ്യക്തമായ പങ്കുണ്ടായിരുന്നു. അന്നത്തെ ആക്രമണത്തിൽ 5 സൈനികരായിരുന്നു കൊല്ലപ്പെട്ടത്. മൃതദേഹങ്ങളെ വികൃതമാക്കുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ അബു ഖത്തലിന്റെ പങ്കിനെക്കുറിച്ച് സൈന്യം ഉൾപ്പെടെ ഒട്ടനവധി വിവിധ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിച്ചു പോരുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്ത്യൻ ചാരനെന്നാരോപിച്ച് പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുൽഭൂഷൺ യാദവിനെ പിടികൂടാൻ സഹായിച്ച മതപണ്ഡിതനും ഇതിനു മുൻപ് പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആയിരുന്നു. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ
ടർബത്ത് നഗരത്തിലെ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങുമ്പോഴായിരുന്നു അജ്ഞാതർ ബൈക്കിലെത്തി വെടിതുറത്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുൻപ് 2 തവണ വധശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട മീറിന്റെ ശരീരത്തിൽ നിന്നും ഒന്നിലധികം വെടിയുണ്ടകളാണ് കണ്ടെത്തിയത്. ഇത്തവണ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഈ അജ്ഞാതർ. ഇന്ത്യൻ നാവികസേനയിൽ നിന്നും വിരമിച്ച ശേഷം ഇറാനിലെ ചാബഹാറിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു കുൽഭൂഷൺ ജാദവ്. 2016 മാർച്ച് 3-ാം തീയതി ഇറാൻ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്ത് നിന്നും അജ്ഞാതർ കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് ഇവർ പാകിസ്ഥാൻ സൈന്യത്തിന് കൈമാറി. ഇന്ത്യൻ ചാരനെന്ന് ആരോപിച്ചായിരുന്നു ഈ നീക്കം. അത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പ്രധാനപ്പെട്ട പങ്ക്, അതായത് ഈ ഓപ്പറേഷനിൽ പ്രധാന സഹായം ചെയ്തവരിൽ ഒരാളാണ് മതപണ്ഡിതനായിട്ടുള്ള മുഫ്തി ഷാ മിർ. കാലാകാലങ്ങളായി ബലൂച്ച് പ്രവിശ്യയിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ചേർന്നായിരുന്നു മുഫ്തി ഷാ മിർ പ്രവർത്തിച്ചിരുന്നത്. മയക്കുമരുന്ന്, ആയുധക്കടത്ത്, മനുഷ്യക്കടത്ത് അങ്ങനെ തുടങ്ങിയ അനവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന മിറിന് ISIക്ക് പുറമെ പാകിസ്ഥാൻ സൈന്യത്തിലും ഏറ്റവും അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ബലൂച്ച് പോരാളികളെക്കുറിച്ചുള്ള രഹസ്യവിവരങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന് കൈമാറിയതും അനവധി വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടത്തിയതുമൊക്കെ ഇയാളായിരുന്നു. 2023-ൽ മതന്ത് ആരോപിച്ച് അധ്യാപകനായ അബ്ദുൾ റൌഫിനെ കൊലപ്പെടുത്തിയത് മിറിന്റെ നേതൃത്വത്തിലായിരുന്നു. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ സന്ദർശിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾക്ക് സഹായം കൊടുക്കുന്നതിനൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളിലെ വിമത ഗ്രൂപ്പുകളെക്കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെപ്പറ്റി വിവരം ശേഖരിക്കുകയുമായിരുന്നു മുഫ്തി ഷാ മിറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. എന്നാൽ ISIയുമായി മുഫ്തി ഷാ മിർ തെറ്റി എന്നുള്ള വിവരവും പിന്നീട് പുറത്തു വന്നു. ഒരുപക്ഷെ ഇതായിരിക്കും കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്ന റിപ്പോർട്ടും ആദ്യം തന്നെ സ്ഥിരീകരിക്കാതെ പുറത്തു വന്നിരുന്നു. 2016-ൽ കുൽഭൂഷൺ ജാദവിനെ പാകിസ്ഥാൻ സൈന്യത്തിന് പിടിച്ചു നൽകാൻ അന്ന് നേതൃത്വം നൽകിയ മുല്ല ഒമർ ഇറാനിയും ഇയാളുടെ 2 ആൺമക്കളും ടർബത്തിൽ 2020-ൽ തന്നെ ഒരു നവംബർ മാസത്തിൽ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവരെ കൊലപ്പെടുത്തിയത് ISI ആണെന്നുള്ള ആരോപണമടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾ ഇങ്ങനെ അജ്ഞാതരുടെ വെടിയേറ്റ് ലോകത്തിന്റെ പല കോണുകളിലും മരണപ്പെടുകയാണ്. കുൽഭൂഷൺ ജാദവിനാകട്ടെ 2017 ഏപ്രിലിൽ പാക് പട്ടാള കോടതിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് രാജ്യാന്തര കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ അടുത്തിടെയായി പാകിസ്ഥാനിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ-ഇ-തയ്യബയുടെ തലവനുമായിട്ടുള്ള ഹാഫിസ് സയ്യിദിന്റെ നിരവധി ബന്ധുക്കളും കൂട്ടാളികളും ഇങ്ങനെ അജ്ഞാതരുടെ വെടിയേറ്റ് മരണപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ കൂടി തുടർച്ചയാണോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ജെയ്ഷെ ഭീകരന്റെ കൊലപാതകമെന്ന സംശയം അടക്കം ഉയരുന്നുണ്ട്. അതിനിടയിൽ ഇന്ത്യ കാത്തിരുന്ന റാണയെ കസ്റ്റഡിയിൽ കിട്ടാനായി മുംബൈ ക്രൈംബ്രാഞ്ച് അടക്കം ശ്രമിക്കുകയാണ്. കൈമാറ്റ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും ഇതിലെ തീരുമാനം കൈക്കൊള്ളുക എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത്. NIAയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. ഡൽഹിയിലെയും മുംബൈയിലെയും 2 ജയിലുകളിൽ ഉയർന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. തിഹാർ ജയിലിലാണ് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെ തന്നെ താഹാവൂർ റാണയെ നിലവിൽ പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ഇവിടെ നിന്നും മുംബൈയിലെത്തിക്കുകയാണെങ്കിൽ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിനെ പാർപ്പിച്ച ആർദർ റോഡിലെ സെൻട്രൽ ജയിലിലെ 12-ാം നമ്പർ ബാരക്കിലായിരിക്കും റാണയെയും താമസിപ്പിക്കുക. മുംബൈ ഭീകരാക്രമണ കേസിൽ മുംബൈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ താഹാവൂർ റാണയെ പ്രതിയായി ഉൾപ്പെടുത്തിയിരുന്നില്ല. NIA ചോദ്യം ചെയ്തതിനു ശേഷമാണ് താഹാവൂർ റാണയുടെ പങ്ക് വളരെ വ്യക്തമായി പുറത്തുവരുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച പശ്ചാത്തലമുള്ള താഹാവൂർ റാണയ്ക്ക് കടുത്ത പരിശീലനം കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത്. കനേഡിയൻ പൗരത്വമുള്ള പാകിസ്ഥാൻ വംശജനായിട്ടുള്ള റാണ ലോസ് ഏഞ്ചൽസിലെ ജയിലിലാണ് കഴിഞ്ഞിരുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ലഷ്കർ-ഇ-തയ്യബ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ സഹായി കൂടിയായിരുന്നു റാണ.